എന്തിനാണ് ദൈവത്തിന്റെ കൃപ ഈ മനുഷ്യരിലേക്ക് ദൈവം പകരുന്നത്? ഇതിന്റെ ആവശ്യകതയാണ്. പറയാം, ചേർന്ന് കർത്താവിനെ സ്തുതിച്ച്. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദുഷ്ടനിൽ നിന്നൊരു വിജയത്തെ ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയാ, ദുഷ്ടന്റെ പിടിയിലായിരിക്കുന്ന ഈ ലോകത്തിൽ നീ ആയിരിക്കുമ്പോൾ, നീ ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, ഒരു നെഗറ്റീവ് സ്പിരിറ്റിനും നിന്നെ തകർക്കാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ ഗ്രേസ് നിന്റെ മേൽ പകർന്നവൻ നടത്തുകയാണ്. സ്തോത്രം, സ്തോത്രം. ഇവിടെ പറയാം, ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ കൃപ ഒരു ദൈവപൈതലിന് ആവശ്യം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ. ദൈവത്തിന്റെ കൃപ ഒരുവനിൽ ഇല്ലെങ്കിൽ അവന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല ഈ ദുഷ്ടലോകത്തിൽ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നോഹയിലൂടെ ഒരു ദൈവ പദ്ധതി പൂർത്തീകരിക്കുവാൻ നോഹയ്ക്ക് സ്വന്തമായ ശക്തി നോഹയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ദൈവം നൽകിയത്. എന്തിനാണെന്നറിയാമോ? നോഹ, ഈ ദുഷ്ടലോകമാണ്, പക്ഷേ ഈ ദുഷ്ടലോകത്തിനകത്ത് ഞാൻ നിനക്കൊരു കൃപ തരിക. എന്തിനാണെന്നറിയാമോ? എന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ജനറേഷനെ നിന്നിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ, ഒരു പെട്ടകത്തിനകത്തേക്ക് സ്തോത്രം പലരെയും സ്തോത്രം ഹല്ലേലൂയ കയറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പെട്ടകം നിന്നെ കൊണ്ട് ഞാൻ പണിയിപ്പിക്കണം. മനസ്സിലായവർക്കായി സ്തോത്രം, മനസ്സിലായവർക്കായി സ്തോത്രം, സ്തോത്രം. ഈ പെട്ടകം ദൈവം കൊടുത്ത അളവിനനുസരിച്ച് പണിയണമെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, നോഹേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ജീസസ് ലവ്. മനസ്സിലായവർക്കായി സ്തോത്രം. ഇതിനകത്ത് ഞാനൊരു ദൈവ ശബ്ദം പറഞ്ഞു തുടങ്ങാം. സ്തോത്രം. നിന്റെ ലൈഫിനകത്ത് സ്തോത്രം ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നകം പണിയിപ്പിക്കണമെന്ന് നോഹയെ കൊണ്ട് പറഞ്ഞ ദൈവം സ്തോത്രം നിന്നെ കൊണ്ട് ഒരു പദ്ധതി പൂർത്തീകരിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, ഒരു ദൈവ ശബ്ദം പറയുകയാണ്, നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിന് ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ സ്വന്തം ആശ്രയത്തിൽ അത് ചെയ്യാനല്ല ദൈവം പറയുന്നത്. ദൈവത്തിന്റെ കൃപ അതിനുവേണ്ടി അവൻ പകരുകയാണ്. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. എന്തിനാണെന്നറിയാമോ? ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്തിനാണെന്നറിയാമോ? നിനക്ക് സാധ്യമല്ലാത്ത ചിലത് ദൈവത്തിന് നിന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ സ്തോത്രം ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ഇന്ന് പലനെ കൈമാറുക അവന്റെ കൃപ നിന്നത്. അതിനുവേണ്ടി അവൻ പകർന്നിരിക്കും. സ്തോത്രം. അപ്പൊ കൃപ ദൈവം പകരുന്നത് നിനക്ക് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാനായിട്ടുണ്ട്. അത് സ്വന്തം ശക്തിയാൽ അത് ചെയ്തെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിന്റെ മേൽ അവന്റെ ഗ്രേസ് വെളിപ്പെടും. സ്തോത്രം. അവന്റെ ഗ്രേസ് നിന്റെ മേൽ വെളിപ്പെടും. അവനത് തരും. ഒരു ഉദാഹരണം, ഒരാൾക്ക് ഒരു വലിയ ചുമട് ഭാരം എടുക്കാനായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് അത് എടുക്കാൻ കഴിയുന്നില്ല, അത്രയും വെയിറ്റാണ്. പക്ഷെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ വെയിറ്റ് എടുക്കാൻ അയാൾക്ക് സാധ്യമാകില്ല. മനസ്സിലാവും? അപ്പൊ കൂടെ ഒരാള് വെയിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇയാൾ ഈ വെയിറ്റ് എടുക്കാൻ സഹായിക്കുന്നത് പോലെ നിനക്ക് സാധ്യമല്ലാത്ത ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിനക്ക് ജീവിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നിന്റെ കൃപ പകരുന്നത് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്.
മാറിയിരിക്കരുത്, ഈ കാലത്ത് മാറിയിരിക്കരുത്. കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ മുൻപിൽ വന്നേക്കണം. സ്തോത്രം. കർത്താവിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചോദിച്ച് മുൻപിൽ കടന്നു വരുന്നവർക്ക് വേണ്ടി അവന്റെ ഗ്രേസ് അവൻ പകർന്നു.